ഞങ്ങളിപ്പോൾ താങ്കൾ മധുരയിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്. ഞങ്ങൾ ചേലക്കരയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്കിപ്പം സ്മിത ഹരിദാസും അതുപോലെ ആഷ്മി താജ് ഇബ്രാഹിം ഉണ്ട്. അപ്പോൾ ചേലക്കരയിൽ നിന്ന് താങ്കളോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം താങ്കളുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ഒരു മയക്കുമരുന്ന് വിരുദ്ധ പദയാത്രയുടെ ഭാഗമായിട്ടാണ് ചേലക്കൽ വന്നിരിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലൂടെ സാധാരണ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും മാത്രം നടത്തുന്ന ഒരു യാത്രയിൽ ഒരു മാധ്യമപ്രവർത്തനം ചേരുകയാണ്. എൻ്റെ മാധ്യമ ജീവിതത്തിൽ താങ്കൾക്ക് അറിയുന്ന പോലെ ഒരു 40 കൊല്ലം കടന്നുപോയി. അതിൻ്റെ കേരളത്തിൽ ഏറ്റവും ചൂഴ്ന്നു നിൽക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്നായ ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് പോരാട്ടം എന്ന നിലയിൽ ആണ് ഇത്. അടുത്ത മാസം 20-ാം തീയതി കോഴിക്കോട് സമാപിക്കും. ഈ മാസം 20-ാം തീയതി കോഴിക്കോട് ബീച്ചിൽ സമാപിക്കും. താങ്കളെ ഞങ്ങൾ ഔപചാരികമായോ അനൗപചാരികമായോ താങ്കളെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ കക്ഷി രാഷ്ട്രീയ ബോധത്തിനും അപ്പുറം ജനങ്ങളൊന്നായി മലയാളികൾ കേരളത്തെ ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ല എന്ന് എല്ലാ ലഹരി വിൽപ്പനക്കാരോടും വിളിച്ചു പറയുന്ന ഒരു വലിയ സമ്മേളനമാണ്. താങ്കളിലേക്ക് സ്വാഗതം. ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് താങ്കളുടെ അവബോധം എങ്ങനെയാണ്? താങ്കൾക്ക് ഇക്കാര്യത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നമ്മുടെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് പിടി നമ്മുടെ സമൂഹത്തിൽ വളരെ ഭീതിപ്പെടുത്തുന്ന വിധത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം ഏറ്റെടുക്കാൻ താങ്കളുടെ ചാനൽ കാണിച്ച താല്പര്യത്തിന് ഞാൻ നിങ്ങളെ അനുമോദിക്കുകയാണ്. SKൻ്റെ നേതൃത്വത്തിൽ ഇതൊരു വലിയ ജനകീയ ക്യാമ്പയിനായിട്ട് നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഈ റീലുകളും മറ്റും പരിശോധിക്കുമ്പോൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽപ്പെട്ടവരുമായി SKN തന്നെ ഈ വിഷയം സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. മറ്റു ചില ചാനലുകളും ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പ്രചരണ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയും അതിൽ എൻ്റെ പ്രതികരണം ചോദിക്കുകയൊക്കെ ചെയ്ത് ഞാൻ ഓർക്കുന്നു. പക്ഷേ ഒരു ചാനലിൻ്റെ തലവൻ തന്നെ ഇങ്ങനെ ഒരു ജനകീയ പ്രസ്ഥാനമായി ഈ വിഷയം ഏറ്റെടുത്തത് ഏറ്റവും മാതൃകാപരമാണ്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരർത്ഥത്തിലൊരു പൊതുപ്രവർത്തനം തന്നെയാണ്. ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നടത്തേണ്ട ഒരു പൊതുപ്രവർത്തനം തന്നെയാണ്. ആ നിലയിൽ ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ വ്യാപകമായ ശ്രദ്ധയിലും താല്പര്യത്തിലും കൊണ്ടുവരുന്നതിന് ഇതുപോലൊരു ചാനൽ നടത്തുന്ന പ്രവർത്തനത്തെ ഞാൻ അനുമോദിക്കുന്നു. ഈ മയക്കുമരുന്നിൽ നിന്നും പുതിയ തലമുറയെയും പഴയ തലമുറയെയും മുതിർന്നവരെയും ഒക്കെ വിമോചിപ്പിക്കുവാൻ സാമൂഹ്യമായൊരു ബോധവൽക്കരണം തന്നെ നടക്കേണ്ടതുണ്ട്. അതിൽ വീടുകൾക്ക് വലിയ പങ്കുണ്ട്. അച്ഛനമ്മമാർ കുട്ടികളുമായിട്ടിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും മക്കളെ അവരെ ഇത്തരത്തിലുള്ള വഴിപിഴക്കലുകളിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം. ഇപ്പം കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്നും ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലും അതിൻ്റെ വ്യാപനത്തിലുമൊക്കെ പങ്കുവഹിക്കുന്ന കുറേ കുട്ടികളെ അറസ്റ്റ് ചെയ്യാനുമൊക്കെ കേരള പോലീസ് വളരെയധികം ജാഗ്രത കാണിച്ചു. അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ പല ചാനലുകളും ചർച്ച ചെയ്തത് എന്താണ്? ഇതിൽ എത്ര കുട്ടികൾ ഏതേതെല്ലാം സംഘടനകളിൽപ്പെട്ടവരാണ്? അത് സംബന്ധിച്ച് തെറ്റായ പ്രചരണങ്ങളും ഇടയ്ക്ക് നടന്നു. എനിക്ക് പറയാനുള്ളത്, ഏത് ആണെങ്കിലും അവർ നമ്മുടെ കുട്ടികളാണ്. ഈ നാട്ടിലെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഈ മയക്കുമരുന്നിൻ്റെ പിടിയിൽപ്പെടുന്നത്. അപ്പോൾ അത് ഇന്ന പാർട്ടിയിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് കുറ്റം പറയാനല്ല. നമ്മുടെ തന്നെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ വലിയ അപകടകരമായ ഒരു വഴിതെറ്റലിലേക്ക് പോകുന്നത് തടയാൻ നമുക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇതുപോലുള്ളൊരു പരിപാടി ഞാൻ പോകുന്നില്ല. ഈ പരിപാടിയുടെ ഭാഗമായി ഏപ്രിൽ 20-ന് കോഴിക്കോട് നടക്കുന്ന സംഗമത്തിന് ഞാൻ എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. അതിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്. പക്ഷേ ഈ പാർട്ടി കോൺഗ്രസിൽ വെച്ച് തന്നെ കൽക്കട്ടയിൽ ഒരു പരിപാടിക്ക് ഈ ദിവസങ്ങളിൽ ഞാൻ പോകാൻ തയ്യാറാവണമെന്ന് അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി സഖാവ് മുഹമ്മദ് സലീം എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാനത് ഏറ്റുപോയി. അത് മാറ്റിവെച്ചിട്ട് മരിച്ചുപോയ സഖാവ് സീതാറാം യെച്ചൂരിയുടെ ഓർമ്മയുമായി കൂടി ബന്ധപ്പെട്ട ചില പരിപാടികളാണ് കൽക്കട്ടയിൽ ഞാൻ പങ്കെടുക്കാനായിട്ട് അവർ നിർദ്ദേശിച്ചത്. അവിടെ പോകേണ്ടി വരുന്നത് കൊണ്ട് കോഴിക്കോട് ഈ സംഗമത്തിന് എനിക്ക് എത്താൻ കഴിയുന്നില്ല. അത് എൻ്റെ നഷ്ടമാണ്. കോഴിക്കോട് ലഹരിക്കെതിരായി മയക്കുമരുന്നിനെതിരായിട്ട് നിങ്ങൾ സംഘടിപ്പിക്കുന്ന ആ സംഗമത്തിന് എല്ലാ ഭാവുകങ്ങളും ഈ സന്ദർഭത്തിൽ ഞാൻ ആശംസിക്കുകയാണ്.